അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചില കാര്യങ്ങൾ പലതും നമ്മൾ പഠിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് നോളജുകൾ നമ്മളിങ്ങനെ സ്വീകരിക്കാറുണ്ട്. പല വഴികളിലൂടെ, പല ആളുകളിൽ നിന്ന്, ഡോക്ടർമാരുടെ അങ്ങനെ പല വോയിസുകളും പല അറിവുകൾ നമ്മളിങ്ങനെ ശേഖരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പഠിക്കാൻ പാടില്ലാത്ത, നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത ചില അറിവുകളുണ്ട്. എന്തുകൊണ്ടാണ് പല പല കൊലപാതകങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സാധാരണ ഏതൊരു മനുഷ്യനും എങ്ങനെ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? മറ്റേ ഇപ്പോൾ നമ്മളെ വിദേശത്ത് വെച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ പലരും. അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെ വാട്ടർ ടാങ്കിൽ ഒരാളെ ഒരുപാട് കഷ്ണങ്ങളാക്കിയിട്ട് വാട്ടർ ടാങ്കിൽ ഇടാൻ മാത്രം അത്രയും ക്രൂരനാകാൻ ഒരു പെൺകുട്ടിക്ക് പോലും എങ്ങനെ അങ്ങനെ സാധിക്കുന്നു? അതുപോലെ ചില പുരുഷന്മാർ, ചില ആളുകൾ തൻ്റെ ഭാര്യയും തൻ്റെ മർദ്ദിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. വാർദ്ധക്യത്തിലെത്തിയ അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിൻ്റെ പടുകുയിലെത്തിയ ആളുകളെ പോലും കെട്ടിയിട്ട് മർദ്ദിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് ഒരു മനുഷ്യന് എങ്ങനെ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നൊരു സാധാരണക്കാരൻ ചിന്തിച്ചു പോകും. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ക്രൂരനായി മാറാൻ മനുഷ്യൻ സാധിക്കുന്നുവെന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല പഠനങ്ങളും നമ്മൾ പഠിക്കാൻ പാടില്ല, പല വീഡിയോസുകൾ നമ്മൾ കാണാൻ പാടില്ല, പലതും നമ്മൾ കേൾക്കാൻ പാടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്രൂരൻ എന്നൊരു സ്വഭാവമുണ്ട്. മനുഷ്യൻ്റെ സ്ഥിതി നമുക്കറിയാം. ആദം നബി അലൈഹി സ്വലാമിൻ്റെ 2 മക്കൾ തമ്മിൽ അസൂയയുമായി ബന്ധപ്പെട്ട് ഒരാളെ വധിച്ചു കളഞ്ഞു. ഫസ്റ്റ് സംഭവം, ആദ്യത്തെ സംഭവം. അപ്പോൾ അതേപോലെ ആ ഉള്ളിലൊരു ക്രൂരൻ എന്ന സ്വഭാവം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുകയും നല്ല നല്ല വീഡിയോസുകൾ നോക്കുകയും നല്ലത് മാത്രം വായിക്കുകയൊക്കെ ചെയ്യണം. അല്ലാതെ നമ്മൾ എല്ലാം കാണുകയും എല്ലാം കേൾക്കും. ഇപ്പോൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ട്രെയിനിൻ്റെ അടുത്തൊക്കെ വീണ് തട്ടി തലയൊക്കെ ചിന്നിച്ചിതറിയ രംഗങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് അത് യാതൊരു കൂസലുമില്ലാതെ ചെറുപ്പക്കാരായ ആളുകൾ പോലും നിസ്സാരമായിക്കൊണ്ട് ആ ഫോട്ടോ ഒക്കെ എടുത്ത് പങ്കുവെക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. നമുക്കത് നോക്കി നിൽക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അതൊക്കെ ആ സൂമൊക്കെ ചെയ്തിട്ട് നോക്കുന്ന ആളുകളുണ്ട്. തല എത്ര പൊട്ടി, എത്ര ഇങ്ങനെ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടേ വേണ്ട. അതുപോലെ ക്രൈം ന്യൂസുകൾ ഒരുപാട് കാണുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ക്രൈം ന്യൂസുകൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ പോലീസ് ഓഫീസറോ IAS IPS അങ്ങനെ പഠിക്കേണ്ട ആളുകൾക്ക് പഠിക്കേണ്ടി വരും ഒരുപാട് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ. അല്ലാതെ സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾ അത് പഠിക്കുകയോ അതിനെ തന്നെ വായിക്കുകയോ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല നമുക്ക്. കാരണം നമ്മളെ മനസ്സ് നമ്മളറിയാതെ ക്രൂരനായി പോകും. നമ്മൾ പോലും ചില കൂട്ടുകാർ നമ്മൾ കൂട്ടത്തിൽ കൂടിയാൽ നമ്മൾ നല്ല നല്ല വേർഡുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നല്ല നല്ല വാക്കുകൾ പറയുന്ന ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ വെച്ചാൽ നമുക്കൊരു ദേഷ്യം വന്നു, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പറയാത്ത വാക്കായിരിക്കും ആ സമയത്ത് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു മോശം കൂട്ടുകാരൻ്റെ കൂടെ കൂടി അവൻ പറയുന്ന വേർഡുകൾ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. അതൊക്കെ കേട്ടിട്ട് അത് നമ്മളെ ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പുറത്തു വരും. അതുപോലെയാണ് ഈ ക്രൂരമായ സംഭവങ്ങളിൽ ഒക്കെ കണ്ട് ആ ന്യൂസൊക്കെ വായിക്കുക, അതുമായി തന്നെ ബന്ധപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കി അതൊക്കെ ചെയ്ത് പിന്നെ അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു പ്രഷർ, ദേഷ്യം പെട്ടെന്ന് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തു പോകും. പല അങ്ങനെയുള്ള രംഗങ്ങളാണ് നമ്മൾ കാമുകയെ കൊല്ലുന്നത്, അടിക്കുന്നത്, തോയ്ക്കുന്നത്, എത്ര രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ ട്രോൾ ചെയ്ത് പോകാറാണ് പതിവ്. ഞാനൊക്കെ അങ്ങനെയുള്ള രംഗങ്ങൾ നമ്മൾ കാണരുത്. നമ്മൾ ഉള്ളിൽ കടുത്തു പോകും, നമ്മളുടെ ഹൃദയം കടുത്തു പോകും. അതേപോലെ ഈ പോൺ വീഡിയോസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനം അവിടെ പറയുന്നത്, ഞാൻ എൻ്റെ മറ്റു ചാനലിൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, ഈ പഠനവുമായി ബന്ധപ്പെട്ട് വലിയൊരു പഠനമാണ്. അത് ഭയങ്കരമായ പഠനം, അതായത് മില്യൺ കണക്കിന് രൂപകൾ അവർ സമ്പാദിക്കുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരുപാട് വീഡിയോസുകൾ അവർ അപ്ലോഡ് ചെയ്യും, പല രീതിയിലുള്ള സെക്സ് ചെയ്യുന്ന രംഗങ്ങൾ. അപ്പോൾ അതിൽ അവസാനം അവർ പറയുന്നത് തന്നെ ഈ നല്ല നല്ല സാധാരണ വീഡിയോസുകൾ കണ്ട ഒരാൾക്കൊരു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു തോന്നലുണ്ടാവില്ല. നമുക്ക് അവർക്ക് പറയാതെ ഉദാഹരണം ഇതാണ്. സാധാരണ നമ്മൾ ഒരു കാറ് വാങ്ങിക്കുന്നു, നല്ലൊരു ബെൻസ് കാറ് വാങ്ങിച്ചപ്പോൾ ഭയങ്കര ആവേശവും ഭയങ്കര ഉന്മേഷമായിരിക്കും അത് ഓടിക്കാനൊക്കെ. പക്ഷേ ആദ്യം ഓടിക്കുന്ന സുഖം പിന്നീട് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. അത് നമുക്ക് തന്നെ മനസ്സിലാവും. എന്താ വെച്ചാൽ നമ്മൾ വീടൊക്കെ പണിതിട്ട് ഉദ്ഘാടനത്തിന് എന്നൊക്കെ വീടൊക്കെ കയറി താമസിക്കുമ്പോൾ എന്തോ സുഖമായിരിക്കും. ഒരു കാറൊക്കെ വാങ്ങി ഒന്ന് ഓടിക്കുമ്പോൾ ഒരു ആഴ്ച, ഒരു മാസം ഭയങ്കര സുഖമായിരിക്കും. അതുപോലെ ഈ മോശം വീഡിയോസുകൾ കണ്ട് ആ ഒരു സുഖം ഫസ്റ്റ് കിട്ടും. പക്ഷേ പിന്നീട് അങ്ങനെയുള്ള സാധാരണ വീഡിയോസുകൾ കാണുമ്പോൾ അവനൊരു സുഖം കിട്ടില്ല. പിന്നെന്ത് ചെയ്യണം? വളരെ ക്രൂരമായ രീതിയിൽ അവളുമായി സെക്സ് ചെയ്യുന്ന, ഒരു പുരുഷനും ഒരു സ്ത്രീയുമായി സെക്സ് ചെയ്യുന്ന രംഗങ്ങൾ കാണേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള രംഗങ്ങൾ അപ്ലോഡ് ചെയ്ത് കയറിട്ട് ചങ്കിന് മുറുക്കുക, അങ്ങനെ ഒരുപാട് അങ്ങനെ ദ്രോഹിക്കുന്ന രംഗങ്ങൾ, അതായത് സ്ത്രീയെ പരമാവധി ദ്രോഹിച്ചിട്ട് ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനു വേണ്ടിയുള്ള ടെൻഡൻസി കൂടുന്നു ആളുകൾക്ക് നോക്കാൻ. ഇങ്ങനെയുള്ള സാധാരണ വീഡിയോസ് നോക്കുന്ന ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകുന്നു. അത് അവർക്കൊരു ഉന്മേഷവും ഒരു ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുമല്ലോ, ടോപ്പമിൻ എൻ്റെ ഓർമ്മ, ടോപ്പമിൻ എന്ന ഹോർമോൺ ആ ശരീരത്തിൽ സെക്സുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോർമോൺ ഉൽപ്പാദിക്കില്ല ഈ സാധാരണ രംഗങ്ങൾ കണ്ടാൽ. അപ്പോൾ ഭയങ്കര മൃഗീയമായത് ചെയ്താൽ മാത്രമേ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ടോപ്പമിൻ്റെ ഉപയോഗം ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ ഈ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ച ആളുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള രംഗങ്ങൾ ഒരിക്കലും കാണരുത്. അങ്ങനെ രംഗങ്ങൾ
നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം ഹാഫ് ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്ന സ്ത്രീകൾ പലപ്പോഴും പലരും പറയാറുണ്ട് ഇവിടെയൊക്കെ അമേരിക്കയിൽ ജനിച്ചാൽ മതി. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചങ്ങായിമാർ പറയാറാണ് അമേരിക്കയിലെ യൂറോപ്പിലാണെങ്കിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആടൊക്കെ ഇങ്ങനെ ഹാഫ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്ന രംഗമാണല്ലോ കാണുന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ പല രാജ്യത്തും സ്ത്രീകൾ പൂർണ്ണ നഗ്നരായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് എന്തുണ്ട് ശരീരത്തിൽ മറ്റേ കാണുന്ന ഒരു പുരുഷൻ നമുക്കൊരു പുരുഷൻ്റെ ഇത് ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചയിലൂടെ അവന് ഭയങ്കരമായ ഇത് ആസ്വാദനം കിട്ടുന്നുണ്ട്, ഹോർമോണുകൾ ഉൽപ്പാദിക്കുന്നുണ്ട്, അതുപോലെ ഈ താല്പര്യം അതിലൂടെ വർദ്ധിക്കുന്നുണ്ട്, പല കാര്യങ്ങളും. അപ്പോൾ ഈ ഹാഫ് ഡ്രസ്സ് ഇട്ട ആളുകൾ ഒരിക്കലും അത് ഒരു പുരുഷന് ഇങ്ങനെ സാധാരണ ഇപ്പോൾ അമേരിക്കയിലൊക്കെ പല ഫുൾ അയച്ചിട്ട് പോകുന്ന ബീച്ചുകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു സാധാരണ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ നോക്കിയാൽ അവനൊരു ഇത് ഉന്മേഷവും ഒരു ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിക്കില്ല. പക്ഷേ ആ സമയത്താണ് ഇങ്ങനത്തെ മൃഗീയമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് അത്രയും കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, എന്തുകൊണ്ട് അത്രയും ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ളത് വർദ്ധിക്കുന്നു നമ്മുടെ നാടുകളിൽ പോലും. അപ്പോൾ ഇങ്ങനെയുള്ള രംഗങ്ങൾ നമ്മൾ കാണുന്നത് പരമാവധി കുറക്കുക. ഇപ്പോൾ നമുക്കറിയാം പഴയ പോലെയല്ല, സിനിമയിലൊക്കെ ഡാൻസുകൾ കാണുന്നതൊക്കെ പല ഡാൻസ് സീനുകളും പണ്ടൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ അറുപ്പും വെറുപ്പും തോന്നിയ കാര്യങ്ങൾ ഇന്ന് മാതാവും പിതാവും ഭാര്യയും മക്കളും എല്ലാവരും കൂട്ടി ചേർന്നിരുന്നുകൊണ്ട് കാണുകയാണ്. അതിനുകൊണ്ടുള്ള ദോഷം എന്താ? ഈ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് കാണുമ്പോൾ ഒരു പുരുഷന് തൻ്റെ മണിയറയിലേക്ക് വരുന്ന പെണ്ണിനെ അങ്ങനെ സാധാരണ ഇതിൽ കാണുമ്പോൾ ഒരു ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിക്കാത്തത് എന്തുകൊണ്ടാണ്? പല കാഴ്ചകൾ ഇങ്ങനെ കണ്ട് പല ഡൈവോഴ്സുകൾ നടക്കുന്നത് എൻ്റെ വിഷയം മാറിപ്പോകും. ഡൈവോഴ്സുകൾ നടക്കുന്നതെന്താ? ഈ പല കാഴ്ചകൾ പുറത്തുനിന്ന് കണ്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലത്തെ ടേസ്റ്റ് ഇല്ലാഞ്ഞ പോലെ ഈ പല കാഴ്ചകൾ കണ്ട് വരുമ്പോൾ വീട്ടിൽ ഇതുണ്ടാവില്ല. കുട്ടികളൊക്കെ കാണുമെന്ന് കൊണ്ട് ഞാൻ ഭയപ്പെടുന്നു പറയാൻ വേണ്ടി കൂടുതൽ അങ്ങനെയുള്ള രംഗങ്ങൾ. അപ്പോൾ കാണരുത്, ചിലത് കാണരുത്, ചിലത് പഠിക്കരുത്, ചിലത് നോക്കരുത്, ചില ന്യൂസുകൾ അതന്നെ അങ്ങനെ ഇപ്പോൾ വിഷമത്തിൻ്റെ വേദാറുണ്ട്, അതുപോലെ ഇങ്ങനെ ക്രൂരമായി ചെയ്യുന്ന മൃഗീയമായി ചെയ്യുന്ന ആ രംഗങ്ങൾ അങ്ങനെ നാലൊക്കെ പഠിക്കുന്ന ആളുകൾ പഠിച്ചോട്ടെ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഞാൻ പറഞ്ഞല്ലോ. അല്ലാതെ സാധാരണ ആളുകൾ അങ്ങനെയുള്ള അറിവുകൾ ശേഖരിക്കരുത്, അത് പഠിച്ചു വെക്കരുത്. അത് തന്നെ കേട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഓനിക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ അഭിപ്രായം കേട്ട് അപ്പോൾ അത് തന്നെ വീണ്ടും നമ്മളെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് ആ ന്യൂസ്. അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ യാതൊരു ആവശ്യം സാധാരണ ഒരാളുകൾക്കില്ല. പരമാവധി ഇങ്ങനെ മൃഗീയമായി കൊന്ന രംഗങ്ങളും മറ്റു രംഗങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യാതിരിക്കുകയും വായിക്കാതിരിക്കുകയും പഠിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ പഠനങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. അത് ഏറ്റവും ആളുകളിലേക്ക് ഇങ്ങനെയുള്ള മൃഗീയമായ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം അതിൻ്റെ കൊലപാതകങ്ങൾ എല്ലാവർക്കും ആ ന്യൂസുകൾ എത്തുന്നത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ എല്ലാവർക്കും എത്തുന്നത് കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ തന്നെ നടക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ട് അങ്ങനെയുള്ള അറിവിൽ നിന്ന് വിട്ടുനിൽക്കുകയും മറിച്ച് നല്ല കൂട്ടുകാരെ കൂടുകയും നല്ല വർത്തമാനങ്ങളിലും നല്ല പ്രസംഗങ്ങളിലും നല്ല വോയിസുകളിലും നല്ല ന്യൂസുകളിലും നല്ല പ്രവാസങ്ങൾ നല്ല കാര്യങ്ങളിലും സമയവും ചെലവഴിക്കുകയും അങ്ങനെ നല്ല മനുഷ്യനായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വാഹദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.